ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ്. NDE. NDE എന്നുള്ളതിൻ്റെ ഫുൾ ഫോം നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. നമ്മൾ ആ മരണത്തോടടുക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ, അതിനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അപ്പം അതിന് ഒരു ഉദാഹരണമായിട്ട് പറയാമെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഒരു സ്ത്രീയെ ഓപ്പറേഷന് വിധേയമാക്കി. ഓപ്പറേഷന് വിധേയമാക്കി അവരുടെ അനസ്തേഷ്യ എല്ലാം കൊടുത്ത് അവർ മയക്കി കിടത്തിയ ശേഷമാണ് ഓപ്പറേഷൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ ഉണർന്നു വന്നപ്പോൾ അവർ ചോദിക്കുന്നു, എൻ്റെ വായിൽ വെച്ചിരുന്ന വെപ്പുവല്ല എവിടെ? സിസ്റ്ററെ, ആ സിസ്റ്ററെ തന്നെ വിളിച്ചിട്ട് അതങ്ങ് തരാൻ പറയാം. അപ്പോൾ ഇവർ മയങ്ങിയ ശേഷമാണ് വെപ്പുവല് മാറ്റിയത്. ഇവരെങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് അത്ഭുതം തോന്നുന്നത്, എങ്ങനെ സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം അവർ കേട്ടിരിക്കുന്നു, അവർ മനസ്സിലത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അവർ ആ സമയത്ത് ഈ ഡോക്ടർമാർ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള റെസ്പോൺസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി ഡോക്ടർമാർ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ബോധമില്ലാതെ കിടന്ന ഒരാളുടെ മനസ്സിലോട്ട് ഇങ്ങനെ അവരുടെ ഉപബോധ മനസ്സ് ചിലപ്പോൾ ഉണർന്നിരുന്നിരിക്കാം, അങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചെന്ന് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കഥകളുണ്ട്. ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും അവർ കുഴിമാടം ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ അവരെ ദഹിപ്പിക്കാനുള്ള സംഗതികളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത്. നിത്യചൈതന്യതി അങ്ങനെയായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്, അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട് വേറെ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം പുസ്തകശാലകളിൽ കൊടുക്കാനുള്ള പൈസയെല്ലാം തീർത്ത്, പിന്നെ മരണശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിനചര്യകൾക്ക് വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട പണമെല്ലാം ഒരാളോട് ബാങ്കിൽ നിന്ന് എടുത്ത് വെക്കാൻ സംബന്ധിച്ചു. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത അനന്തരാവകാശി വരുന്നു, അത് ഗുരുകുലത്തിലെ അടുത്ത ശിഷ്യനായിട്ട് വരുന്നു മുനിനാരായണ പ്രസാദിനെ. ആ സമയത്ത് ഈ ഗുരുകുല കൺവെൻഷൻ സമയത്ത് ഒരു കത്ത് എഴുതുന്നു. ആ കത്ത് ഗുരുകുലത്തിൽ വായിക്കുകയാണ്. ആ കത്തിൽ പറയുന്നത്, ഈ അടുത്ത എൻ്റെ അനന്തരാവകാശി ഈ ഗുരുവായിട്ട് വരാൻ പോകുന്ന മുനിനാരായണ പ്രസാദ്, അദ്ദേഹം ഈ ഗുരുപീഠത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഗുരു മരിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുവായിട്ട് ഗുരു മുനിനാരായണ പ്രസാദ് വാഴിച്ചു എന്നുള്ളതാണ്. അതുപോലത്തെ പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രസകരമായ വേറൊരു മരണ വാർത്ത. എൻ്റെ ഒരു ബ്രദറിൻ്റെ കാര്യം, മൂത്ത ബ്രദറിൻ്റെ കാര്യം. മൂത്ത ബ്രദർ, അയാളുടെ പേര് പരമേശ്വരൻ എന്നാണ്. അയാൾ കുറച്ച് കുസൃതിയായിരുന്നു. അയാൾ ചിലപ്പോൾ ഈ ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ വരുമാനത്തിൻ്റെ പോരായ്മകൾ കൊണ്ടൊക്കെ ചില കുസൃതികളൊക്കെ അയാൾ കാണിക്കുമായിരുന്നു. അതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും അയാളുടെ മരണം അവസാനം സംഭവിക്കുന്നത് എറണാകുളത്ത് മാധവ ഫാർമസി ജംഗ്ഷനിൽ PRS ഹോസ്പിറ്റൽ, PNS ഹോസ്പിറ്റൽ, അതിലാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് മാധവ ഫാർമസി ഹോസ്പിറ്റലായിരുന്നു. പിന്നെ മകൻ വന്നിട്ട് അവന് ഈ പുതിയ ഒരു മോഡേൺ പേര് വേണമെന്നും പറഞ്ഞാൽ PNS ഹോസ്പിറ്റലിൽ നിന്ന് PN മാധവൻ എന്ന് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോമെങ്കിലും ആ പഴയ പേരിൽ തന്നെ ഇപ്പോഴും വണ്ടികളിലും ബസ്സൊക്കെ ഓടുന്നതും മാധവ ഫാർമസി ജംഗ്ഷൻ വഴി എന്നും പറഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു നല്ലത്. പക്ഷേ ഈ മകൻ, അവൻ ഡോക്ടർ തന്നെയാണ്, എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ ഹോസ്പിറ്റലിൽ ഇയാൾ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടർ എന്ന് പറയുന്നത് ജസ്റ്റിസ് സുകുമാരൻ്റെ ഒരു ബ്രദറാണ് ഈ ഡോക്ടർ, ഈ പേഷ്യൻറ്റിനെ നോക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇയാൾ അഡ്മിറ്റ് ചെയ്ത് സീരിയസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഡോക്ടർ വന്ന് മരുന്നുകളൊക്കെ എഴുതി. ഇപ്പോൾ ഡോക്ടറോട് ഇയാൾ ചോദിക്കുന്നു, ഡോക്ടറെ, ഇനി ഞാൻ ഈ മരുന്നുകൾ കഴിക്കണമെന്നുണ്ടോ? എൻ്റെ കേസ് ഷീറ്റ് അടക്കാറായില്ലേ? ഇപ്പോൾ ഡോക്ടർക്ക് എന്ത് ഇയാൾ ഇങ്ങനെ പറയുന്നത്? ഡോക്ടർ മരുന്ന് കൊടുക്കാൻ എഴുതിയത് അയാൾ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഇയാൾ പറഞ്ഞ് മരുന്നൊന്നും കൊടുക്കണ്ട, അയാൾക്ക് നല്ല ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്താൽ മതി എന്ന് ഏർപ്പാട് ചെയ്തിട്ട് ഡോക്ടർ അങ്ങോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അങ്ങനെ മക്കളും മരുമക്കളും എല്ലാം അടുത്തുണ്ട്, ബന്ധുമിത്രാദികൾ, ചേട്ടനിയന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇയാളെ അവസാനത്തെ അതൊന്ന് കാണാൻ, മരിച്ചു പോകുമെന്നും പറഞ്ഞാണ് അഡ്മിറ്റ് ചെയ്തത്, കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ
ഇയാളൊരു മൂത്ത മകനുണ്ട്. ഇവർക്ക് 3 ആൺമക്കളാണ്. മൂത്ത മകൻ്റെ പേര് ശശി, പിന്നെ രണ്ടാമത്തെ പേര് സുനിൽ, പിന്നെ ഏറ്റവും ഇളയവൻ്റെ പേര് മധു. ഇവർ 3 പേരുമാണ് മക്കൾ. പക്ഷേ മൂത്ത മകൻ ഇത് ഇയാളെ പോലെ തന്നെ ഇത്തിരി കുസൃതിയാണ്, ഒരുപാട് കുലുമാലികൾ കാണിച്ചു. അപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളെ എനിക്ക് പപ്പയ്ക്ക് തിന്നണം. അപ്പോൾ പപ്പയ്ക്ക് അന്ന് പപ്പയ്ക്കയുടെ സീസണല്ല. ഈ എറണാകുളം മാർക്കറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ പപ്പയ്ക്ക് പപ്പയ്ക്ക് കിട്ടാനില്ല. അങ്ങനെ ഒരാൾ തൃപ്പൂണിത്തുറയിൽ പോയി, ഒരാൾ ആലുവയിൽ പോയി, ഒരാൾ മട്ടാഞ്ചേരിയിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആളുകൾ വിട്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ ഓരോ കോട്ട പപ്പയ്ക്ക് കൊണ്ടുവന്നു. ഇവരെല്ലാം റെഡിയാക്കി ചെത്തി മിനുക്കി റെഡിയാക്കി പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് മൂത്ത മകൻ അച്ഛൻ്റെ അടുത്ത് അച്ഛ പപ്പയ്ക്ക് കൊണ്ടുവന്നു, വായ തുറക്കച്ചാ കൊണ്ടുപോടാ നിൻ്റെ പപ്പയ്ക്ക്, എനിക്ക് വേണ്ട നിൻ്റെ പപ്പയ്ക്ക്. ഇപ്പോഴല്ലേ ഞാൻ ചോദിച്ചത്, എനിക്ക് വേണ്ട. അപ്പം ഇവൻ പറയാണ്, ഇത് വേണമെങ്കിൽ തിന്നു, അല്ലെങ്കിൽ ഞാൻ കളയും. കാരണം അച്ഛൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടത്. ഞങ്ങളെ വെറുതെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത്. കാരണം അച്ഛൻ വന്ന കാര്യം നടത്തിയിട്ട് പോകും. വന്ന കാര്യം എന്താണ്? വന്ന കാര്യം അച്ഛൻ മരിക്കാൻ വന്നല്ലേ ഇവിടെ, പിന്നെ ഇങ്ങനെയല്ല ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? അങ്ങനെയുള്ള സംസാരം. അങ്ങനെ കേട്ട് അവസാനം അവിടെ നിന്ന് ആളെല്ലാം ഈ അച്ഛനും പോലും സംഭാഷണം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാൻ എൻ്റെ പോടാ, ഇറങ്ങിപ്പോടാ പട്ടി, അവനെ ആട്ടിപ്പായിച്ചു. അത് ഞാൻ രണ്ടാമത്തെ മോനുള്ളൂ, ഇളയ മോൻ. ഞാനത് മിഡിലുള്ള സുനിലിനെ വിളിച്ചു. നീ നല്ലവനാണ്, എനിക്കറിയാം നീ നല്ലവനാണ്, നിൻ്റെ സഹോദരിമാരെയൊക്കെ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ നീ ചെയ്തു, അവരെല്ലാം നന്നായിട്ട് കല്യാണം കഴിച്ചിട്ട് അവരെല്ലാം നീ സംരക്ഷിക്കുന്നു, നീ അതുപോലെ തന്നെ തുടരുക, നിനക്ക് നല്ലത് വരും. പിന്നെ അവസാനമുള്ളവൻ മധുവാണ്. അവനോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ സിഗരറ്റ് വലി നിർത്തണം, വെള്ളമടി നിർത്തണം, നീ ചെറുപ്പമാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നത്, അച്ഛൻ ഈ അടുത്ത കാലം പിന്നെ ബീഡിയും വെച്ചിട്ടില്ല നടക്കുമായിരുന്നു, സിഗരറ്റും വലി, പിന്നെ വെള്ളം അടിക്കുമായിരുന്നില്ല, കള്ളം കുടിക്കുമായിരുന്നില്ല, പിന്നെ ഞങ്ങളോട് ഇതൊക്കെ സുഭാഷേനെ ഉപദേശിക്കുന്നത് കാര്യമിരിക്കുന്നു. അച്ഛൻ്റെ പ്രായമാകുമ്പോൾ ഞങ്ങൾ നിർത്താം, ഇപ്പം ഞങ്ങൾ നിർത്തില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാണ് നിർത്തണം വേണ്ടത്. അപ്പോൾ അങ്ങനെ മക്കളും ഇയാളെ തമ്മിലുള്ള സംവാദം ഒരുപാട് മുറുകി. അങ്ങനെ പറഞ്ഞ് എല്ലാവരും പുറത്ത് പോകും, ഞാൻ ഇന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഉറങ്ങാൻ കിടന്നു. കുറച്ച് നേരം ഉറങ്ങി തോന്നുന്നു, പിന്നെ ഉണർന്നു ഉടനെ അയാൾ പറഞ്ഞു, എല്ലാ മക്കളും വരാൻ പറഞ്ഞു, എൻ്റെ ചുറ്റുമിരിക്കാൻ പറഞ്ഞു. എൻ്റെ ചുറ്റിനും ഈ കട്ടിലിന് 3 വശവും പുറകു വശവും 2 സൈഡിലായിട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ കട്ടിലിൻ്റെ സൈഡിലൊക്കെ നിന്ന് ചിലരിരുന്ന്. അതിനപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ പോകാൻ പോവുകയാണ്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കാലങ്ങ് തടയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പെൺമക്കൾ കരഞ്ഞുകൊണ്ട് അച്ഛാന്നും പറഞ്ഞ് കാലെല്ലാം തടയി. ഇയാൾ നല്ല സുഖത്തിലിങ്ങനെ കിടക്കുകയാണ്. കുറേ നേരം ഒരു 3/4 മണിക്കൂർ കൂടുതൽ കാല് എല്ലാവരും കൂടെ തടയിക്കൊണ്ട്. അത് കഴിഞ്ഞപ്പോഴേ, നിർത്തിക്കോ, ഞാനിപ്പോൾ പോകുന്നില്ല, സമയം മാറിപ്പോയി, ഇനിയും മരിക്കില്ല, ഉടനെ മരിക്കില്ല, നിങ്ങളൊക്കെ എണീറ്റ് പോയിക്കളാം. അങ്ങനെ 2-3 ദിവസം ഇയാൾ മനുഷ്യർക്ക് പിന്നെ വിഷമിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലേ. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഈ അച്ഛനും മക്കളും തമ്മിൽ ഭയങ്കര ചണ്ടമാണ്. ഇയാൾ പറയണമെന്ന് അവർ കേൾക്കില്ല. കാരണം ഇയാൾ മരിക്കാൻ കിടക്കുന്ന ചിന്ത പോലും അവർക്കില്ലാണ്ടായി. ആ വീട്ടിൽ ഉള്ള ചണ്ട പോലെ തന്നെ ആശുപത്രി കിടന്ന് 3 മക്കളും ഇയാളെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങളും വാക്ക് തർക്കങ്ങളും ബഹളവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അന്ന് പറയുന്നത്, നിങ്ങളെല്ലാം പൊയ്ക്കോളൂ, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ വിവരം അറിയിക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു വിട്ടില്ല. പക്ഷെ ഈ രണ്ടാമത്തവൻ മാത്രം അവിടെ നിന്ന്, ബാക്കിയെല്ലാം പോയി. അന്ന് രാത്രി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇയാൾ ഉണർന്ന്, ആരെയും വിളിച്ചില്ല, തന്നെ ഉണർന്ന് അവിടെ വാങ്ങിച്ചു വെച്ചിരുന്ന പുതിയ മുണ്ടും പുതിയ ഷർട്ടെല്ലാം ഇട്ട് റെഡിയായിട്ട് കട്ടിലിൽ കിടന്ന് നല്ല നേരം നീണ്ടു നിവർന്ന് കിടന്ന് ഇയാൾ ശ്വാസം വലിച്ച് ജീവൻ വിടർത്തിയെടുത്ത് ജീവൻ വിട്ടുകൊടുത്തു. പക്ഷെ പിന്നീട് ഇവരെല്ലാം നേരപ്പെടുത്ത് വന്നപ്പോൾ അറിയില്ല ഇയാൾ മരിച്ചു കിടന്നു. അപ്പോൾ 2 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ മരിക്കാൻ പോകുന്ന സമയത്തും ഇതുപോലെ രസങ്ങൾ പറയുന്ന ആളുകൾ ഈ ലോകത്ത് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടെ ഇതിന് പറയാം.
ജോൺ മില്ല് എന്ന് പറഞ്ഞ ആളുടെ, ജോൺ സ്റ്റുവർട്ട് മില്ല്, അയാളൊരു നിരീശ്വരവാദിയായിരുന്നു. മരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ അച്ഛന്മാർ, ക്രിസ്ത്യാനികൾ അച്ഛന്മാർ വന്ന് ഞങ്ങൾക്ക് അന്ത്യോപദേശം കൊടുക്കണം, നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് യേശുക്രിസ്തു മരിച്ച പോലെ മരിക്കണമെന്നാണ്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചത് എങ്ങനെയാണ്? അത് 2 കള്ളന്മാരെ നടുക്കുന്ന മരിച്ചത്. അതുകൊണ്ട് അച്ഛനൊരു വശത്ത് നിൽക്കുക, വേറെ അച്ഛനോട് ഇപ്പുറത്ത് നിൽക്കുക, അങ്ങനെ എനിക്ക് മരിച്ചാൽ മതി എന്ന് അയാൾ പറഞ്ഞു. അപ്പം മരിക്കുന്ന സമയത്തും ഹാസ്യരസം തോന്നുന്ന വചനങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന മഹാന്മാരവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു എന്നുള്ളത്.